ഹായ് ഹലോ സുഖല്ലേ. ഇന്നത്തെ റെസിപ്പി ജാപ്പിയാണ് കേട്ടോ. ജാപ്പി എന്ന ഔഷധ പാനീയം കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും, ചിലർക്കൊന്നും അറിയുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇത് ഈ പ്രിപ്പറേഷൻ. ചെറുതാവുമ്പോൾ തന്നെ അമ്മ ഇതുണ്ടാക്കി തന്ന് ശീലിപ്പിച്ചതുകൊണ്ടേ ഇതിപ്പോഴും നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് ഔഷധമാണല്ലോ, കുടിക്കാമല്ലോ. ജാപ്പി ഉണ്ടാക്കുന്ന രീതിയും കുടിക്കുന്ന രീതിയൊക്കെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം കേട്ടോ. എന്നാൽ തുടങ്ങാം. 250 ml കപ്പിൽ ഒരു കപ്പാട്ടോ മല്ലി എടുത്തത്, മുഴുവൻ മല്ലിയാണ്. ജീരകം 90 ml ആട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് 3 പ്രാവശ്യം എടുത്തു. ഇത് 30-ൻ്റെയാണ്. ഏലക്കാത്തരി ഒരു 7 എണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. ആ ഏലക്കാത്തരി നമ്മൾ മല്ലിയുടെ കൂടെ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കണം. മല്ലി നല്ല പാകത്തിന് വറുത്തെടുക്കണം. വല്ലാണ്ട് മൂത്ത് പോകാനും കരിഞ്ഞു പോകാനൊന്നും പറ്റില്ല. ഇനി ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിത്തുടങ്ങിയ നമുക്ക് വാങ്ങാം. ഉലുവ ഇട്ടിട്ടുണ്ട്. അതും പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. അങ്ങനെ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റായിട്ട് വറുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് പൊടിച്ചെടുക്കാം. ജാപ്പി ഉണ്ടാക്കുന്നതിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായി പൊടിച്ചെടുത്തു. അത്യാവശ്യം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ജാപ്പി കുടിക്കാനുള്ള വകുപ്പുണ്ട്. ജാപ്പി ഉണ്ടാക്കിയാലോ. ഒരു കപ്പ് വെള്ളം എടുത്ത് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ചെറിയ 2-3 പീസ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ ചേർത്തത്. അടച്ചു വെച്ചിട്ട് കുറച്ചേരം തിളച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ജാപ്പി ഒരു കപ്പിക്ക് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 ഗ്ലാസ്സിലേക്കായിട്ട് നമുക്ക് പകർത്താം. ചുക്കും ജീരകവും തിപ്പലിയും കുരുമുളകും 2 ഏലക്കായ ഇട്ടിട്ട് പൊടിച്ച് വെച്ച പൊടിയാണ് ഇട്ടത്. ഈ പൊടി ഒരു സ്പൂണ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഹസ്ബൻഡിനുള്ളതാണ്. ചുമണ്ടേ ഇത് തൊണ്ടയ്ക്ക് നല്ല സുഖാട്ടോ. അതിലേക്ക് ജാപ്പി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിക്ക് ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കെങ്കിൽ ഈ ജാപ്പി പകർത്തിയെടുക്കാം. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ചുമയോ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊടി ഇട്ടിട്ട് ജാപ്പിയിലിട്ട് കുടിക്കും. സാധാരണ രാവിലെയൊക്കെ ഞങ്ങൾ വെറുതെ ഈ പൊടി ഇട്ടിട്ടാട്ടോ കുടിക്കൽ, ജാപ്പിപ്പൊടി. ചായയും കാപ്പിയൊക്കെ നിർത്തിയവർക്ക് രാവിലെ വെറും ചൂടുവെള്ളം കുടിക്കാനും ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ജാപ്പിപ്പൊടി വളരെ നല്ലതാണ്. എനിക്കത് നല്ല അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാവുകൊണ്ടേ എൻ്റെ സ്വരത്തിനൊരു ഇടർച്ച. അപ്പം ഞാനും രാവിലെ ഇത് കുടിക്കും. ഒരു സുഖമാണ്. ഓക്കെ, താങ്ക് യു.